നമസ്കാരം. ശബരിമലയിൽ സർക്കാർ കൊട്ടിയാഘോഷിച്ച് നടത്തിയ ആഗോള അയ്യപ്പ സംഗമം വെറും ഫ്ലോപ്പായി മാറി. അതായത് 8 നിലയിൽ പൊട്ടി എന്ന് വേണം പറയാൻ. കാരണം 3500ഓളം പ്രതിനിധികൾ പങ്കെടുക്കും എന്നൊക്കെയായിരുന്നു ദേവസ്വം ബോർഡും സർക്കാരുമൊക്കെ ഈ ഒരാഴ്ചയോളം അല്ലെങ്കിൽ 2 ആഴ്ചയോളം വീമ്പളക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ സ്ഥിരം സാന്നിധ്യമാവുന്നത് ഒഴിഞ്ഞ കസേരയാണ്. ആ ഒഴിഞ്ഞ കസേര തന്നെയാണ് ഇക്കുറിയും പമ്പയിൽ നമ്മൾ കണ്ടത്. അങ്ങോളം ഇങ്ങോളമൊക്കെ ആയിട്ട് ഒരു 10, 20, 30 പേര് ഇരിക്കുന്നുവെന്നല്ലാതെ പ്രതിനിധികളോ വിദേശികളോ ഒന്നും തന്നെ ഉണ്ടായില്ല. കൂടുതലായിട്ട് സർക്കാർ ജീവനക്കാരും ദേവസ്വം ബോർഡിലേക്ക് ജീവനക്കാരെയൊക്കെ കുത്തി നിറച്ചുകൊണ്ടായിരുന്നു പരിപാടിയിലേക്ക് കുറച്ച് കസേരയെങ്കിലും തികയ്ക്കാനായിട്ട് ആളുകളെ കൊണ്ടുവന്നത് എന്ന് സാരം. അതായത് നമുക്കറിയാം, ഇന്നലെ തന്നെ അതായത് ഇന്ന് പമ്പയിൽ ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നു. തലേ ദിവസം തന്നെ മലബാർ ദേവസ്വം ബോർഡ് അടക്കം ഒരു ഉത്തരവ് ഇറക്കിയതാണ്. ഇതിനൊക്കെ വേണ്ടി ചെലവുകൾ അവരുടെ ഖജനാവിൽ, അതായത് മലബാർ ദേവസ്വം ബോർഡ് തന്നെ അവരുടെ ഫണ്ട് ഇതിനു വേണ്ടി ഉപയോഗിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഹൈക്കോടതി ഇതിൽ സ്റ്റേ ഇട്ട വാർത്ത നമ്മൾ കണ്ടതാണ്. അപ്പോൾ മൊത്തത്തിൽ ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തുന്നതിന്റെ ഉദ്ദേശം ജനങ്ങൾക്ക് മനസ്സിലായി. രാഷ്ട്രീയമാണ്, വരുന്ന തെരഞ്ഞെടുപ്പാണ്, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് പ്രധാന ലക്ഷ്യം. അതിൽ 3ാം പിണറായി സർക്കാർ വരണം. അതുകൊണ്ട് തന്നെ ഹിന്ദുക്കളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്ത ഒരു പരിപാടിയാണ് ആഗോള അയ്യപ്പ സംഘം. പക്ഷേ ഇത് 8 നിലയിൽ ഫ്ലോപ്പായി എന്നതാണ് വസ്തുത. കൂടാതെ മുഖ്യമന്ത്രിയുടെ ബോറടിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്നത്തെയും പോലെ വാഗ്ദാനങ്ങളുടെ പെരുമഴ മാത്രം നൽകുന്ന പിണറായി വിജയന്റെ പ്രസംഗം കേട്ട് തമിഴ്നാട് മന്ത്രിക്ക് വരെ ബോറടിച്ച് അവസാനം ഇറങ്ങിപ്പോവേണ്ട ഒരവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയപ്പോഴാണ് ദേവസ്വം ബോർഡ് പ്രതിനിധി എല്ലാവരും കൂടെ വന്ന് അദ്ദേഹത്തെ അനുനയിപ്പിച്ച് വേദിയിലേക്ക് ഇരുത്തിയത്. കാരണം വർഷങ്ങളോളമായി പിണറായി വിജയൻ ശബരിമലയിൽ പറയുന്ന കാര്യങ്ങളാണ്. ആ പദ്ധതി കൊണ്ടുവരും, ശബരിമല മാസ്റ്റർ പ്ലാൻ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വർഷങ്ങളോളമായി എല്ലാ ഇടത്തും പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതൊന്നും തന്നെ പ്രാവർത്തികമാക്കുന്നില്ല. ശബരിമലയിൽ അടിസ്ഥാന കാര്യങ്ങൾ പോലും പിണറായി വിജയൻ വന്ന് 10 വർഷമായിട്ട് ഇതുവരെ ശബരിമലയിൽ ഉണ്ടായിട്ടില്ല എന്ന കാര്യം നമ്മൾ ഓർക്കണം. അപ്പോഴാണ് ഈ 3500ഓളം പ്രതിനിധികളെയൊക്കെ വിളിച്ചുകൂട്ടി വലിയ രീതിയിൽ ഒരു ആഗോള സംഗമമൊക്കെ നടത്തുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്താണ്, അതുകൊണ്ടുള്ള നേട്ടം ആർക്കാണ് എന്ന് ജനങ്ങൾ തന്നെ ഒന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ അയ്യപ്പ ഭക്തർ തന്നെ ഒന്ന് മനസ്സിലാക്കിയപ്പോഴാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാർ പോലും ഇത് പിണറായി വിജയൻ നടത്തുന്ന ഒരു ഉടായ്പാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലായി അവർ ഇതിൽ വിമുഖത കാട്ടി എന്നതാണ്. അത് മാത്രമല്ല, നല്ല രീതിയിൽ മുഖ്യമന്ത്രിയെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് വാനോളം പുകഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് ദേവസ്വം മന്ത്രി പ്രശാന്ത്. അതായത് ശബരിമല മുന്നോട്ട് പോകുന്നത് സർക്കാരിന്റെ സഹായം കൊണ്ട് മാത്രമാണെന്നും മണ്ഡലകാല മകരകളൊക്കെ സമയത്തും അല്ലാത്ത മാസങ്ങളിൽ ഈ നട തുറക്കുന്ന സമയത്ത് കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു ചില്ലിക്കാശ് പോലും ഖജനാവിലേക്ക് പോകുന്നില്ല എന്നാണ് പ്രശാന്ത് പറഞ്ഞത്. അതിൽ എത്രമാത്രം സത്യമുണ്ട് എന്ന് അറിയില്ല എന്നതാണ് വസ്തുത. വലിയ രീതിയിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം ഇതിനെതിരെ ജനരോക്ഷം ആളിക്കത്തുന്നുണ്ട്. സർക്കാർ നടത്താൻ ഉദ്ദേശിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമാണെന്ന് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. സാധാരണഗതിയിൽ പോലെ വാഗ്ദാനങ്ങളുടെ ഒരു പെരുമഴ പിണറായി വിജയൻ പമ്പാ നദീതീരത്ത് നടത്തിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. അതെല്ലാം തന്നെ ജനങ്ങൾക്ക് മനസ്സിലായി ഇത് വെറും ഒരു വാഗ്ദാനം മാത്രമാണ്, ഇതുകൊണ്ടൊരു പ്രയോജനമില്ലെന്ന്. കാരണം ശബരിമലയെ അടുത്ത് അറിയാവുന്ന ഏതൊരു അയ്യപ്പ ഭക്തനും അറിയാം. അതായത് വർഷങ്ങളോളം എല്ലാ വർഷവും ശബരിമലയിൽ ദർശനം നടത്തുന്ന ഏതൊരു അയ്യപ്പ ഭക്തനും അറിയാം ശബരിമലയിൽ എന്ത് വികസനമാണ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന്. ഒരു കുപ്പി വെള്ളം പോലും ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധനമാണ്, എന്നാൽ അതിനുള്ളൊരു ബദൽ സംവിധാനം അവിടെ ഒരുക്കണം, അതുപോലും അവിടെ ഒരുക്കിയിട്ടില്ല എന്നത് വസ്തുതയാണ്. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആഗോള അയ്യപ്പ സംഗമം ഹൈക്കോടതി തന്നെ ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ഹൈക്കോടതി സ്പോൺസർഷിപ്പിലൂടെയാണ് പമ്പയിൽ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നാണ് ഹൈക്കോടതിയെ സംസ്ഥാന സർക്കാർ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് രാവിലെയോടെ പ്രമുഖ ഒരു മലയാള പത്രത്തിലും കൂടാതെ ദേശീയ പത്രത്തിലും അടക്കം മുഖ്യന്റെ പടവും വെച്ചുകൊണ്ട് സർക്കാർ തന്നെ ലക്ഷങ്ങൾ ചെലവാക്കി ഒരു പരസ്യവും നൽകിയിട്ടുണ്ട്. അത് പബ്ലിക് റിലേഷൻ വകുപ്പാണ് ആ പരസ്യം നൽകിയത്. ദേവസ്വം ജീവനക്കാർക്ക് സംഗമത്തിൽ പങ്കെടുക്കാൻ മലബാർ ദേവസ്വം ക്ഷേത്രം ഫണ്ട് നൽകിയത് കഴിഞ്ഞ ദിവസമാണ് ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. ആഗോള അയ്യപ്പ സംഗമം ഇപ്പോൾ പമ്പയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു 3 സെക്ഷനുകളുണ്ട്. അതിൽ VVIPകൾ അടക്കം 3000-ലധികം പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അതിനുശേഷം അവർക്ക് വൈകുന്നേരം അയ്യപ്പനെ ദർശിക്കാനുള്ള ഒരു അവസരമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അതിലും ഹൈക്കോടതി പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് ഒരു തരത്തിലുമുള്ള VVIP പരിഗണന കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ശക്തമായ ഒരു നടപടി ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകും. കാരണം എല്ലാവരും ഒരുപോലെ, അയ്യപ്പന്റെ മുന്നിൽ എല്ലാവരും ഒരുപോലെ ആണ്, ഒരു തരത്തിലുമുള്ള വേർതിരിവ് പാടില്ല എന്ന് ഹൈക്കോടതി തന്നെ കർശനമായ ഒരു നിർദ്ദേശം സർക്കാരിനും ദേവസ്വം ബോർഡിനും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.